5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോനെ രക്ഷ വാ ഇരിക്ക. ഒരുപാട് നാളായാലോടാ നീ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട്. ഒന്ന് ശ്രമിക്കടാ. നീ എന്തെങ്കിലും കൊണ്ടുവരുന്നത് കൈനീട്ടി വാങ്ങിക്കേണ്ട ഒരു സുഖമുണ്ടല്ലോ. അത് ആലോചിക്കുമ്പോ അതിനപ്പുറം സുഖവും സന്തോഷവും കിട്ടുന്ന വേറൊരു കാര്യവുമില്ല. അപ്പാ, എന്നെ മോഷ്ടിക്കാൻ നിർബന്ധിക്കില്ലെന്നും പ്രേരിപ്പിക്കില്ലെന്നും അപ്പൻ പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞതാ. അപ്പൻ അത് മറന്നു. അപ്പനങ്ങനെ പലതും പറയും. പറയുന്നതൊക്കെ സൗകര്യം പോലെ മറക്കാനും കഴിയണം. അതാണ് ഒരു കള്ളന്റെ ഏറ്റവും വലിയ ഗുണം. വെറുതെ പറഞ്ഞതല്ല, അപ്പൻ എനിക്ക് വാക്ക് തന്നതാ. ഒരു വാക്കല്ലേ, അത് എപ്പോഴും വേണമെങ്കിലും മാറ്റാം. നീ എന്തെങ്കിലും കൊണ്ടുവരുന്നത് കാണുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ, അതെ സ്വയം ഒരു മോഷണം നടത്തുമ്പോൾ കിട്ടുന്ന സുഖത്തിനേക്കാൾ വലുതാണ്. അപ്പൻ എന്നെ ഒരു കള്ളനാക്കി മാറ്റി കള്ളൻ എന്ന മുദ്ര പതിപ്പിച്ചേ അടങ്ങൂ എന്നാണല്ലേ? അത് ശരിയാണ്ടാ. വലിയ വലിയ ഡോക്ടർമാർ മക്കളെ ഡോക്ടറാക്കാൻ ശ്രമിക്കും. കളക്ടർമാർ മക്കളെ അതുപോലെ കളക്ടറാക്കും. അതുപോലെ ഒരു കള്ളൻ ആഗ്രഹിക്കുന്നത് മകനും തന്നെ പോലൊരു കള്ളനാകണമെന്നാണ്. എല്ലാ കള്ളന്മാരും അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ്. അതത്ര നല്ല ആഗ്രഹമല്ലപ്പ. ഈ കളക്ടറും ഡോക്ടറും ഒക്കെ ആയ അച്ഛന്മാരെ ഒരുപാട് പഠിച്ച് അധ്വാനിച്ച് അങ്ങനെ ആയതാ. അപ്പനോ അപ്പനേതാണ്ട് വഴിതെറ്റി ചെന്ന് പെട്ടതാ. അവരെയൊക്കെ ആൾക്കാര് ബഹുമാനത്തോടെ കാണുന്നവരാ. ഇവിടെ എന്റെ അടുത്ത് അമ്മയുടെ അടുത്തും അല്ലാതെ പുറത്തിറങ്ങി അപ്പം പറയൂ ഞാനൊരു കള്ളനാണെന്ന്? ഇല്ലല്ലോ. ഇതാണ് കള്ളനും അപ്പൻ ഈ പറഞ്ഞ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പ കളവിന്റെ മഹത്വവും പറഞ്ഞു എന്റെ അപ്പന് നീ എന്റെ അടുത്തോട്ട് വരണ്ട. ദേ അപ്പാ. മനുഷ്യ, ഞാൻ എല്ലാം കേട്ടു. അവന്റെ മുന്നിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചാ ഞാൻ മാറി നിന്നത്. നോക്ക്, ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, തന്തമാരെ മക്കൾക്ക് ഉപദേശിക്കേണ്ടത് നേരായ വഴികളാ. വഴി തെറ്റിപ്പോകുന്ന മക്കൾക്ക് പോലും നേർവഴി ഉപദേശിച്ച് നല്ല വഴിക്ക് നയിക്കുന്നതാ അച്ഛന്മാരുടെ ധർമ്മം. അതൊക്കെ മറന്ന് നേരായ വഴിയെ പോകുന്ന ചെറുക്കനെ വഴി തെറ്റിക്കാനാ നിങ്ങൾ ശ്രമിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങൾ കള്ളന്മാരായി നടന്ന കാലമൊന്നുമല്ല. എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ പെടാതെ ഒരു മോഷണം നടത്താനായിട്ട് ദൈവം തമ്പുരാൻ പോലും പാടുപെടും. പിന്നെയാ എട്ടും പൊട്ടും തിരിയാത്ത ആ ചെറുക്കൻ. അതുകൊണ്ട് നിങ്ങളൊരു ഉപകാരം ചെയ്യും. അവനെ നേർവഴിക്ക് നയിക്കാനായിട്ട് നിങ്ങൾ വരണ്ട. അത് ഞാനായിട്ട് ചെയ്തോളാം. പക്ഷേ അവനെ വഴി തെറ്റിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് ഞാൻ സഹിക്കില്ല. മനസ്സിലായോ? ഓ, മനസ്സിലായി. And the core fundamentals, programming and വട്ടിയോ? ഏത് വട്ടി? ഹലോ ഹലോ, ആരാ? ആരാ ഈ ബഡ്ഡി? ഹലോ, നാവ് ഇറങ്ങിപ്പോയ ബഡ്ഡിയാണോ? ഹലോ, and the data structures, operating systems, database management and the areas of fundamental management and മോളെ, എന്താമ്മേ? പലതിനോടും പലരോടും താല്പര്യം തോന്നുന്ന പ്രായമാ നിന്റേത്. അങ്ങനൊരു താല്പര്യം ആൺകുട്ടികളോടും ഉണ്ടാവും. ഇക്കാലത്ത് അതൊരു തെറ്റുമല്ല. പക്ഷേ
ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ മോൾ അനുസരിക്കണം. അമ്മ പറഞ്ഞു. ദേ, ഇപ്പൊ നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമോ അടുപ്പോ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കും.